അറിയോ, എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏത് കർമ്മങ്ങൾക്കും, അത് ന്യായമായിട്ടുള്ള കർമ്മങ്ങളാവട്ടെ അന്യായങ്ങളായിട്ടുള്ള കർമ്മങ്ങളാകട്ടെ, ഇതിന് 5 കാരണങ്ങൾ ഭഗവാൻ ഗീതയിലൂടെ നിരത്തുന്നു. എന്തൊക്കെയാണ് 5 കാരണങ്ങൾ? ഒന്ന്, ഇതിനൊക്കെ അധിഷ്ഠാനമായിട്ടുള്ള ശരീരം. പിന്നൊന്ന്, കർത്താവ്, ഞാൻ എന്ന ബോധം. ഇതിനാണ് അഹംബോധം എന്ന് പറയാം. അഹംകർത്ത, അഹം ഭോക്ത, ഇതി അഹങ്കാരം എന്ന് പറയും. പിന്നെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, കൈകാലുകൾ, വിസർജനേന്ദ്രിയം, വാഗേന്ദ്രിയം ഇത്യാദി. പിന്നെ ചേഷ്ടകളിൽ പ്രാണൻ്റെ പ്രവർത്തനങ്ങളാണ്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ തുടങ്ങിയിട്ടുള്ള ആന്തരിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രാണനെ കൊണ്ട് നടക്കുന്ന പ്രാണനും ഉപപ്രാണന്മാരും. പിന്നെ പ്രകൃതിയുടെ പ്രപഞ്ച ശക്തി എന്ന് പറയുന്നത്. ഇതഞ്ചും ഒരു കർമ്മത്തിൻ്റെ കാരണങ്ങളായിട്ട്, പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയുന്നു. തുടർന്ന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏത് കർമ്മമാകട്ടെ, നമ്മൾ ന്യായമാണെങ്കിലും അന്യായം പറയുന്നു. ശരീരവാക് മനോഭിർ യത് കർമ്മ പ്രാരഭതേ നര ന്യായം വാ വിപരീതം വാ പഞ്ചേതേ തസ്യ ഹേതവഃ. ഈ 5. അപ്പോൾ ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിന് ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കർമ്മങ്ങളായിട്ട് വേദാന്ത ശാസ്ത്രത്തിൽ എണ്ണുന്നത്? 3 തലങ്ങളാണ്. 5 കാരണങ്ങളും 3 തലങ്ങളിൽ കർമ്മം നടക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് ഒരു കർമ്മമായിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് ചെയ്ത കർമ്മങ്ങൾക്ക് ഒരു കുംഭസാരം പോലെ നടത്തുമ്പോൾ ഇതിനെ അനുസ്മരിക്കുന്നുണ്ട്. എന്താ പറയുക, രാത്രി കിടക്കാൻ നേരത്ത് അങ്ങനെ സ്മരിച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവിടെ എന്താ പറയുക? കായേന വാച മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാവാത് പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. വിഷ്ണു ഭക്തന്മാരങ്ങനെ നാരായണനിൽ സമർപ്പിക്കും. ശിവഭക്തന്മാരാണെങ്കിലോ കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതം അവിഹിതം വാ സർവമേതത് ക്ഷമസ്വ ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. രണ്ടിൻ്റെയും താല്പര്യം ഒന്നാണ്. അപ്പം അവിടെ അത് പരിഗണിക്കുമ്പം കർമ്മത്തിൻ്റെ എല്ലാ സാധ്യതകളെയും എല്ലാറ്റിനെയും പ്രകൃതേ സ്വഭാവാത്, അതിനൊക്കെ അനുസരിച്ച് എന്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടോ എല്ലാറ്റിനെയും ഞാൻ ഭഗവാനിൽ, ശിവനിൽ സമർപ്പിക്കുന്നു, വിഷ്ണുവിൽ സമർപ്പിക്കുന്നു. ഇങ്ങനെയുള്ളതാണ്. അപ്പോൾ മനസ്സുകൊണ്ട് വിചാരിക്കുക എന്നുള്ളത് കർമ്മമാണ്. അതുപോലെ തന്നെ വാക്കുകൊണ്ട് പറയുന്നത് കർമ്മമാണ്, വാചികമാണ്. പിന്നെയോ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്നത് കർമ്മമാണ്. ഈ 3 തലങ്ങളുമുണ്ട്. ഇതിനെല്ലാം തന്നെ അധിഷ്ഠാനം ഈ പറഞ്ഞ 5 എണ്ണമാണ്. അപ്പോൾ കർമ്മത്തിന് ആശ്രയമായിട്ട് എന്തുണ്ട്? ശരീരമുണ്ട്, വാക്കുണ്ട്, മനസ്സുണ്ട്. ഈ ആശ്രയത്തിൽ നിന്നാണ് എന്തു വരുന്നത്? പ്രവൃത്തിയായിട്ടും വാക്കായിട്ടും വിചാരമായിട്ടും. അപ്പോൾ പ്രവൃത്തിയാകട്ടെ, വാക്കാകട്ടെ, വിചാരമാകട്ടെ. അപ്പോൾ പ്രവൃത്തിയുടെ സൂക്ഷ്മതലമാണ് വാക്കും വിചാരവും. വിചാരമാണ് അതിൻ്റെ ഏറ്റവും സൂക്ഷ്മം. അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ്? ഇതിൽ നിന്നൊക്കെയാണ് കർമ്മം ജനിക്കുന്നത്. ഇങ്ങനെയല്ലാത്ത കർമ്മമേ ഇല്ല. അപ്പോൾ ഈ കർമ്മങ്ങൾക്കെല്ലാം അധിഷ്ഠാനം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ 5 എണ്ണമാണ്. ഇതൊരു സയൻസാണ് നമ്മളെ സംബന്ധിക്കുന്നത്. ഈ ആഗാമിയും സഞ്ചിതവും പ്രാരബ്ധവും മനസ്സിലായിട്ടില്ല, ഒന്നുകൂടെ വിശദീകരിക്കണം എന്ന് പറഞ്ഞു. അതായത്
നമ്മുടെ ജന്മം എടുക്കുന്നതിന് നമുക്ക് കാരണമായിട്ടുള്ള ഒരു കർമ്മത്തെക്കുറിച്ച് പറയുന്നതാണ് പ്രാരബ്ധം. ഇത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സയൻറ്റിഫിക്കായിട്ട് എല്ലാ കാര്യങ്ങളും പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് സയൻസ് തന്നെ പറയുന്നില്ലല്ലോ. അപ്പം എൻ്റെ ജന്മത്തിന് കാരണം പ്രാരബ്ധ കർമ്മമാണെന്ന് ലബോറട്ടറിയിലൊന്നും നമുക്ക് ഏതെങ്കിലും നിരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചെടുക്കാൻ പറ്റുന്നതല്ല. പക്ഷേ ഈ നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്നവരെ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും, പല ജീവൻ്റെ അവരുടെ ചെറുപ്പത്തിൽ തന്നെയുള്ള ശേഷിയും ആയിത്തീരലിലും ഒക്കെ അത്ഭുതത്തോടു കൂടി ലോകം നോക്കുന്നുണ്ട്. ആർജിച്ചതാണ്, വളരെ നേരത്തെ ആർജിച്ചു വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ ആവട്ടെ, വേദാന്ത ശാസ്ത്രത്തിന് ഇങ്ങനെ ഒരു വഴിയുണ്ട്. അതെന്താണ്? പ്രാരബ്ധം എന്ന് പറയുന്നതാണ്. അത് നന്നായി തുടങ്ങിയത് എന്നാണ്. അപ്പം അച്ഛൻ്റെയും അമ്മയുടെയും കർമ്മത്തിൻ്റെ, അവരുടെ ആഗ്രഹങ്ങളും ഇതിൽ നിന്നൊക്കെയാണ് ഈ ഒരു ജന്മത്തിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ ഈ ജന്മം അത് സ്വതന്ത്രമാണ്. ഈ ജന്മത്തിന് എന്തൊക്കെ ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്നുള്ളത് നിശ്ചയിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. അതിന് കാരണമായി തീരുന്ന കർമ്മങ്ങളെയാണ് ഇവിടെ പറഞ്ഞത്. അവിടെ മനസ്സിലായില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ പ്രാരബ്ധ കർമ്മം എന്ന് പറയുന്നത് ജന്മത്തിൻ്റെ കാരണമായിട്ടുള്ള കർമ്മമാണെന്ന് മനസ്സിലാക്കുക. ഇപ്പം നമ്മുടെ മുൻപിലേക്ക് വരുന്ന കർമ്മങ്ങളുണ്ട്, പ്രകൃതി അനുഭവങ്ങളും എല്ലാം കർമ്മങ്ങളാണ്. ഈ പറഞ്ഞ നമ്മുടെ ചിന്തകൾ, വാക്കുകൊണ്ടുള്ളത്, മനസ്സുകൊണ്ടുള്ളത്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതാണ് ഈ 5 കാരണങ്ങളിലൂടെ. അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന കർമ്മങ്ങളുടെ പേര് ആഗാമി കർമ്മങ്ങൾ എന്നാണ്. നമ്മൾ ചെയ്യുന്ന ദിവസവും ചെയ്യുന്ന പല പല കാര്യങ്ങൾ, അതിൽ നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്? ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, രാഗവും ദ്വേഷവും. ചില കർമ്മങ്ങൾ നമുക്ക് താല്പര്യമുള്ളതാണ്, അത് കൂടുതൽ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. കാശ് സമ്പാദിക്കുക, ബിസിനസ് ചെയ്യുക, യാത്ര ചെയ്യുക, അവിടെ പോകണം ഇവിടെ പോകണം, ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ യാത്ര ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഓരോന്നും ഈവൻ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മൾ ഓരോന്ന് രുചിക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ അതിനോട് അത് വേണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ സഞ്ചയിക്കുന്നുണ്ട്. ഇതാണ് ഈ ചിത്രഗുപ്തൻ്റെ ഡയറി എന്ന് പറയുന്നത്. ചിത്രഗുപ്തൻ എന്ന് പറഞ്ഞാൽ, ചിത്രം എന്ന് പറഞ്ഞാൽ വരയ്ക്കുകയാണ്, ഗുപ്തം രഹസ്യം എന്നാണ്. അത് ചിത്രഗുപ്തൻ്റെ ഡയറിയാണ് നമ്മുടെ ജന്മത്തിന് കാരണമാകുക എന്ന് പുരാണം പറയുന്നിടത്ത് പറയും. അതിൻ്റെ വേദാന്തപരമായ ആശയം ഇതാണ്. നമ്മൾ ഈ ഇഷ്ടാനിഷ്ടങ്ങളെ നമ്മുടെ ഉള്ളിൽ അടയാളപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ ഒരു സംസ്കാരത്തെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്, വരുന്നതാണത്. ഈ ആഗാമി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് സൂക്ഷ്മ രൂപത്തിൽ. അത് പക്വമാകലിനെയാണ് പ്രാരബ്ധം എന്ന് പറയുന്നത് അടുത്ത ജന്മത്തിൽ. അപ്പം ഞാൻ ഈ സന്യാസിയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ്, നമ്മുടെ മുന്നിലുള്ള ആഗാമി കർമ്മങ്ങളോട് നമുക്ക് ഫലേച്ഛയില്ലെങ്കിലോ ഇത് സഞ്ചിതമാകുന്നില്ല. അവിടെയാണ് ഇതിനെ നശിപ്പിക്കാൻ സാധിക്കുന്നത്. പ്രാരബ്ധമോ അത് അനുഭവിച്ച് തന്നെ തീരണം എന്നാണ്. കാരണം അത് ഈ ശരീരത്തിനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാലയളവുണ്ട്. ആ കാലയളവിൽ അത് ഈ ശരീരം വിട്ടുപോകും. ഇതാണ് സഞ്ചിതവും ആഗാമിയും പ്രാരബ്ധവും. അപ്പോൾ ഇനി തുടർച്ച വേണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. അത് ഈ ജന്മത്തിൽ നമ്മൾക്ക് കർമ്മങ്ങളോടുള്ള, കർമ്മഫലത്തോടുള്ള ആസക്തിക്കനുസരിച്ചാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. അതാണ് ഭഗവാൻ മുമ്പ് പറഞ്ഞത്. അർജുനൻ ഒരു സംശയം ചോദിച്ചത്, ഇത് തുടങ്ങി ലക്ഷ്യത്തിലെത്തിയില്ല, എന്താവും എൻ്റെ സ്ഥിതി എന്ന്. ചിന്നാഭ്രം ഇവ നശ്യതി എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഒരു മേഘം കണക്കെ അത് ആകാശത്തിൽ ഇല്ലാതെയായി പോകുന്നത് പോലെ. കാരണം അതിന് പെയ്തിറങ്ങുക എന്നുള്ളൊരു സാക്ഷാത്കാരമുണ്ട്, മഴയായി. അത് സാധിക്കാതെ അന്തരീക്ഷത്തിൽ അത് ഇല്ലാതെയായി പോകുന്നത് പോലെ എന്താകും എൻ്റെ സ്ഥിതി എന്ന്.
അപ്പോൾ അവിടെ ഭഗവാൻ കൃത്യമായ ഉത്തരം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇല്ല. രണ്ട് ദോഷങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അഭിക്രമനാശം, പ്രത്യവായ ദോഷം. തുടങ്ങി വെച്ചതിന് ശരിയായ പൂർത്തീകരണം ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന നാശം, വിപരീത ഫലം. ഇപ്പോൾ നമ്മൾ വിത്ത് വിതച്ചു, അതിന് കളയെടുക്കുക, വളം നൽകുക, വെള്ളമൊഴിക്കുക ഇത്യാദി കാര്യങ്ങളുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ അത് നശിച്ചു പോകും. അങ്ങനെയുള്ള ദോഷം. അതുപോലെ വിപരീത ഫലം, മരുന്ന് മാറിപ്പോവുക, അങ്ങനെയൊക്കെ ഉള്ളത്. ഈ രണ്ട് ദോഷങ്ങളാണ് അഭിക്രമനാശവും. ഈ രണ്ട് ദോഷങ്ങളെയാണ് പറഞ്ഞത്. ഈ രണ്ട് ദോഷങ്ങളും ഇല്ല എന്ന് ഭഗവാൻ അർജുനനോട് പറഞ്ഞു. അവൻ എവിടെ വെച്ച് നിർത്തുന്നു? അതിനനുസൃതമായ ശുചീനാം ശ്രീമതാം ഗേഹേ, അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് അവൻ അത് പൂർത്തീകരിക്കുന്നതിനായി അവൻ്റെ യാത്ര തുടരും. ഇതെല്ലാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഈ സന്ദർഭത്തിൽ സംശയം ചോദിച്ചുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതാണ് ആഗാമിയുടെയും സഞ്ചിതത്തിൻ്റെയും പ്രാരബ്ധത്തിൻ്റെയും രഹസ്യം വേദാന്ത ശാസ്ത്രം പറയുന്നത്. ഇതിന് സയൻറ്റിഫിക്കായിട്ട് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എവിഡൻസ് ഒന്നുമില്ല. സയൻറ്റിഫിക്കായിട്ട് പലതിനും എവിഡൻസ് ഇല്ല. നമ്മുടെ ശരീരം തന്നെ ഒരു പ്രഹേളിയാണ്, ഒരു വലിയ ഒരു കടങ്കഥയാണ്. ചോദ്യത്തിന്, എല്ലാ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടാത്തതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഭഗവാൻ ഇവിടെ പറഞ്ഞു. ഈ 5 കാരണങ്ങളും അതുപോലെ തന്നെ കർമ്മത്തിൻ്റെ 3 ഇടങ്ങളും, മനസ്സുകൊണ്ട് വിചാരിക്കലും, വാക്കുകൊണ്ട് പറയലും, ശരീരം കൊണ്ട് ചെയ്യലും. അപ്പോൾ കർമ്മത്തിന് ആശ്രയമായിട്ടുള്ളതാണ് അത് 3. ഈ പറഞ്ഞ കാരണങ്ങളായിട്ടുള്ള 5 എണ്ണം. തുടർന്ന് ഇത് 15ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ 18ാം അധ്യായത്തിൽ 15 ശ്ലോകം വരെ നമ്മൾ ചർച്ച ചെയ്തു വെച്ചു. തുടർന്ന് 16ാമത്തെ ശ്ലോകത്തിൽ പറയണം, തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയഃ പശ്യത്യകൃതബുദ്ധിത്വാത് ന സപശ്യതി ദുർമതിഃ. ഇവിടെ ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതിനെ കുറിച്ച് ഭഗവാൻ പറയും. ആർക്കാണ് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്? ആരാണിതിനെ കൃത്യമായി മനസ്സിലാക്കാത്തത്? അതിനെക്കുറിച്ച് പറയാം. തത്ര, അവിടെ എന്ന് പറഞ്ഞാൽ ആ 5 കാരണങ്ങൾ ഏവ സതി, അത് അപ്രകാരമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ യഹ, യാതൊരുവനാകട്ടെ ആത്മാനം കേവലം കർത്താരം പശ്യതി, ആത്മാവിനെ കേവലം ആത്മാനം കർത്താരം പശ്യതി എന്നാണ്. അപ്പോൾ കേവലമായിട്ടുള്ള ആത്മാവിനെ കർത്താവായി ആര് കാണുന്നു? അവൻ എന്ത് കാണുന്നില്ല? ഈ 5 കാരണങ്ങളെക്കുറിച്ച് അവൻ അജ്ഞനാണ്, അവനതിനെ കാണുന്നില്ല. എന്നിട്ടോ ഇത് ആത്മാവിൽ ആരോപിക്കുന്നു. അങ്ങനെ ആരാണോ ഇതിനെ ആത്മാവിൽ ആരോപിക്കുന്നത്, കർത്താവായിട്ട് ആരോപിക്കുന്നത്, ആത്മാനം കേവലം കർത്താരം പശ്യതി, അവൻ സഹ അകൃതബുദ്ധിത്വാത് ന പശ്യതി, അവൻ അകൃതബുദ്ധിത്വാത്, അകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കരിക്കപ്പെടാത്ത, സംസ്കാരമില്ലാത്ത ആ ബുദ്ധി ഹേതുവായി ശാസ്ത്രശ്രവണം ഇത്യാദികളൊന്നും, വീണ്ടു വിചാരം, മനനം, നിധിധ്യാസനം ഇത്യാദികളൊന്നും ഇല്ലാതെ, നമ്മൾ പറയുമല്ലോ കണ്ടതിനെ മാത്രമേ വിശ്വസിക്കൂ എന്നൊക്കെ പറയുന്ന യുക്തിയില്ലാത്ത യുക്തിവാദികൾ, അങ്ങനെയുള്ളവരുടെ കാര്യം പറയുകയാണ്. അവരെ സംബന്ധിച്ച് അകൃതബുദ്ധിത്വാത്, ഇതിനെ അങ്ങനെയുള്ള വീണ്ടുവിചാരമില്ലായ്മ, സംസ്കാരമില്ലായ്മ എന്നൊക്കെ പറയും. അത് വളരെ നെഗറ്റീവായിട്ട് കാണേണ്ടതില്ല, അറിവില്ലായ്മയാണ്. ആ അകൃതബുദ്ധിത്വാത് എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്തത് കാരണം. ന പശ്യതി, ഈ
സത്യത്തെ, നിജസ്ഥിതിയെ കാണുന്നില്ല, അറിയുന്നില്ല എന്ന് പറയും. അവരെ സംബന്ധിച്ച് അവർ ഈ 5 കാരണങ്ങളോ അതിൻ്റെ 3 തലങ്ങളെയോ ഒന്നും തന്നെ പരിഗണിക്കുന്നില്ല. അങ്ങനെ പരിഗണിക്കാത്തവരെ കുറിച്ചാണ് ഇത് പറയുന്നത്. അകൃത ബുദ്ധികൾ, അകൃത ബുദ്ധയ എന്ന് പറയും. അകൃത ബുദ്ധികൾ, വീണ്ടും വിചാരമില്ലാത്ത അവരെന്ത് ആരോപിക്കുന്നു? എന്തിലാരോപിക്കുന്നു? ആത്മാനം കേവലം കർത്താരം, ആത്മാവിനെ കർത്താവായിട്ട് കാണും. അപ്പോൾ ഈ സത്യത്തെ അറിയാൻ, അതാ പറയുന്നത്, ഈ വസ്തുബോധം എന്ന് പറയുന്ന സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് എന്തു വേണം? മനസ്സിന് ശുദ്ധി അതാവശ്യമാണ്. അതുകൊണ്ടാണ് കർമ്മത്തിന് ചിത്തസ്യ ശുദ്ധയേ കർമ്മ എന്ന് പറഞ്ഞത്. ചിത്തശുദ്ധിക്ക് കാരണമാകുന്നതാണ് കർമ്മങ്ങൾ. അതല്ലാത്തവരെ സംബന്ധിച്ച് അകൃതാത്മാന. തുടർന്ന് യസ്യ നാഹം കൃതോ ഭാവഃ ബുദ്ധിർയസ്യ ന ലിപ്യതേ ഹത്വാപി സ ഇമാൻ ലോകാൻ ന ഹന്തി ന നിബധ്യതേ. യസ്യ ന അഹംകൃതഃ ഭാവഃ ബുദ്ധിഃ യസ്യ ന ലിപ്യതേ ഹത്വാ അപി സ ഇമാൻ ലോകാൻ ന ഹന്തി ന നിബധ്യതേ. മുൻപ് ഭഗവാൻ ഈ ആശയം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെ പറയുന്നത് യസ്യ ന അഹം കൃതഃ ഭാവഃ ഇതി. യസ്യ യാതൊരുവന് അഹം കൃതഃ ഇതി ഭാവഃ ഞാൻ ചെയ്തവനാണ്. 3 കാലവുമായിട്ടാണ് ഈ ഞാനിനെ ബന്ധിപ്പിക്കുക. വർത്തമാനകാലത്തിലാണെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭാവിയിലേക്കാവുമ്പോൾ ഞാൻ ചെയ്യും, നാളെ ഞാൻ ചെയ്യും. ഇന്നലെയാണെങ്കിലും ഭൂതത്തിലാണെങ്കിലോ ഞാൻ ചെയ്തിട്ടുണ്ട്. പല കർമ്മങ്ങളാവാം. ഇങ്ങനെ യസ്യ അഹം കൃതഃ ഇതി ഭാവഃ, യാതൊരുവനാണോ ഇങ്ങനെ ഈ 3 കാലത്തിലും ഞാൻ ഇന്നെന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി നാളെയും ചെയ്യും, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണു എന്ന ഇതി ഭാവഃ ന ഭവതി. ഇല്ലാത്തതാർക്കാണ്? ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അഹമസ്മി സദാഭാമി കഥാചിന്നാഹം അപ്രിയ ബ്രഹ്മൈവാഹമതസിദ്ധം സച്ചിദാനന്ദ ലക്ഷണം. അഹം എന്ന് ഞാൻ സദാ പ്രകാശിക്കുന്നവനാണ്. മുമ്പ് ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, നൈവ കുറുവന് നൈവ കാരയൻ. എനിക്കൊന്നും ചെയ്യാനുമില്ല, ചെയ്യിക്കാനുമില്ല. അപ്പം ഇങ്ങനെ ആരാണ്? യസ്യ അഹംകൃതഃ ഇതി ഭാവഃ ന ഭവതി. അതാർക്കാണോ ഉണ്ടാകാത്തത്, ചെയ്തവനാണെന്നുള്ള ചിന്തയൊന്നും ഇല്ലാത്തത്. യസ്യ ബുദ്ധി, അങ്ങനെയുള്ളവൻ്റെ യാതൊരു ബുദ്ധിയെ ബോധം ന ലിപ്യതേ, ലേപനം ചെയ്യിക്കുന്നില്ല, ഒട്ടലുണ്ടാക്കുന്നില്ല. ന ലിപ്യതേ നര. ഈശാവാസ്യത്തിൽ പറയുന്നു, ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ചീത മാ കൃത കസ്യ സിദ്ധ കുർവന്നേവേഹ കർമാണി ജിജൈവിഷേത് ശതം സമാഹ ഏവം ത്വയി നാന്യതേ ദോസ്തി ന കർമ്മ ലിപ്യതേ നരേ. കർമ്മം നരനിൽ ലേപനം ചെയ്യിക്കുന്നില്ല. രാമകൃഷ്ണദേവൻ പറയുന്ന ചക്ക മുറിക്കുക എന്നതാണ് കർമ്മം ചെയ്യൽ. അങ്ങനെ ചക്ക മുറിക്കലാകുന്ന കർമ്മം, മൊത്തത്തിൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ ഒരു ചക്ക മുറിക്കലാണ്. അതിൻ്റെ മുളഞ്ഞി അരക്ക് എന്ന് പറയുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കണമെങ്കിൽ കത്തിയിലും കയ്യിലും ഒക്കെ എണ്ണ പുരട്ടണം. അതുപോലെ ജ്ഞാനതൈലം പുരട്ടി നമ്മൾ എന്ത് കർമ്മം ചെയ്യണം. ജ്ഞാനമാണ് ഇവിടെ തൈലം. ഭഗവാൻ മുമ്പ് പറഞ്ഞ ജ്ഞാനമാകുന്ന അഗ്നിയിൽ ഹോമിക്കണം എന്ന് പറയുന്നുണ്ട്.
യദൈധാംസി സമിദ്ധോഗ്നി ഭസ്മസാത് കുരുതേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. 4-ാം അധ്യായം തോന്നുന്നു. അതെ. യഥാ ഏധാംസി, എപ്രകാരമാണോ വിറകുകൾ ഭസ്മസാത് കുരുതേ, അതിനെ ചാരമാക്കി കളയുന്നു. സമിദ്ധോഗ്നി, ആനെ കത്തിജ്വലിക്കുന്ന അഗ്നിയാണ്. അതുപോലെ ജ്ഞാനാഗ്നി, നിന്റെ ഉള്ളിൽ അറിവാകുന്ന അഗ്നി ജ്വലിപ്പിക്കും. ആ അറിവിൽ ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. അതുപോലെ എല്ലാ കർമ്മങ്ങളെയും ഭസ്മീകരിക്കാൻ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളെ ഭസ്മീകരിക്കൽ, സംഘമില്ലാതെയാക്കുക. ഇവിടെ പറഞ്ഞ ഇത് ഇവിടെ പറഞ്ഞ് ഈ പറയാൻ പോകുന്ന ശ്ലോകത്തിന് വേറൊരു സമാന ശ്ലോകം 2-ാം അധ്യായത്തിൽ വരുന്നു. വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. നോക്കാം, അടുത്ത പാദം പറയുന്നത്. അപ്പം യസ്യ അഹംകൃതഃ ഇതി ഭാവഃ ന ഭവതി. യാതൊരുവന് ഞാൻ ഇതൊക്കെ ചെയ്തവനാണ് എന്ന അറിവ് ഉണ്ടാകാത്തത് ആർക്കാണ്? അവൻ്റെ ബോധം ന ലിപ്യതേ, ഫലകാംക്ഷയിൽ ലേപനം ചെയ്യിക്കുന്നില്ല. സഹ, അവൻ, അങ്ങനെയുള്ള ഇമാൻ ലോകാൻ ഹത്വാ അപി, ഈ ലോകത്തെ തന്നെ ഹനിക്കുന്നുവെങ്കിലും നഹന്തി, അവൻ ഹനിക്കുന്നവനാകുന്നില്ല. ഫലേന ന ബധ്യതേ, അവൻ ഫലം കൊണ്ട് തന്നെ എന്താണ്, അതിൻ്റെ ഫലത്താൽ ബന്ധിക്കപ്പെടുന്നുമില്ല. ഭഗവത്ഗീതയിൽ 2-ാം അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം, 19-ാമത്തെ ശ്ലോകം. എന്താ പറയുന്നത്? യ ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതഃ നായം ഹന്തി ന ഹന്യതേ. എന്താ അവിടെ ഭഗവാൻ പറഞ്ഞത്? യ ഏനം, ഇതിന്, ജീവാത്മാവിന്, ആരാണോ ഹന്താരം വേത്തി, കൊല്ലുന്നവൻ എന്നറിയുന്നത്, വിചാരിക്കുന്നത്, യഹാച്ച ഏനം, യാതൊരുവനാണോ ഇതിനെ, ഹതം മന്യതേ, കൊല്ലപ്പെട്ടു എന്ന് കരുതുന്നത്, തൗ ഉഭൗ ന വിജാനീത, ഇവർ രണ്ടുപേരും കാര്യങ്ങൾ അറിയുന്നില്ല. അയം ന ഹന്ത ന ഹന്യതേ, ഇത് കൊല്ലപ്പെടുന്നുമില്ല, ഇതിനെ കൊല്ലാനും സാധിക്കില്ല. ഈ അറിവ് വളരെ പ്രധാനമായിട്ടുള്ളതാണ്. അതിലാണ് ഇതിവിടെ പറയുന്നത് ഭഗവാൻ. ന ബധ്യതേ, അവനെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നു. തുടർന്ന് 18-ാമത്തെ അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകം. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാതാ ത്രിവിധ കർമ്മചോദന കരണം കർമ്മകർത്തേതി ത്രിവിധ കർമ്മസംഗ്രഹ. ജ്ഞാനം, ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്. ജ്ഞേയം, അറിയേണ്ടത്. പരിജ്ഞാത, അറിയുന്നവൻ. ഇതിനെയാണ് ത്രിപുടി എന്ന് പറയാം. അറിവ്, അറിയാനുള്ള ഒന്ന്. ഇതിനെയാണ് ദൃക്ക്, ദൃശ്യം, വിവേകം എന്നും പറയും. മറ്റൊരു ഭാഷയിൽ പറയും. ദൃഗ്ദൃശ്യ വിവേകം എന്ന് പറഞ്ഞാൽ ശങ്കര ഭഗവത്പാദരുടെ ഒരു കൃതി തന്നെയുണ്ട്. പഠിക്കേണ്ട ഒരു കൃതിയാണ്. വളരെ രസമാണ്. ഈ പ്രപഞ്ചത്തെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് എന്നുള്ള രണ്ട് പ്രപഞ്ച ഈ ബോധമുണ്ട്. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ വളരെ മനോഹരമായിട്ട് പറയും. ദക്ഷിണാമൂർത്തി സ്തോത്രം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യൻ ആത്മനി മായയാ ബഹിഹി ഇവ അഭൂത്. കണ്ണാടിയിൽ കാണുന്ന നഗരം പോലെ. ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജ അന്തർഗതം പശ്യന് ആത്മനി മായയാ ബഹിഹി ഇവ. ഭയങ്കര രസമായിട്ടുള്ളൊരു ഫിലോസഫിയാണ്.
ഒന്ന് നന്നായി വിചാരം ചെയ്യാം. എന്തായാലും ജ്ഞാനം, അറിവ്, ജ്ഞേയം അറിയേണ്ടത്, പരിജ്ഞാത അറിയുന്നവൻ. ഇങ്ങനെ ഇത് കർമ്മചോദന ത്രിവിധ. വീണ്ടും 5, 3, വീണ്ടും ഇവിടെ ഒരു 3 എണ്ണം. എന്തായാലും നമ്മൾ കാണുന്ന ഒന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ദൈവദശകത്തിൽ ഇതിനെ എണ്ണാൻ പറയുന്നതായിട്ടാണ്. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോൽ ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം. അവിടെ ദൃക്ക്, ദൃശ്യം, ദൃശ്യങ്ങൾ ഓരോന്നിനെ എണ്ണുമ്പോൾ പിറകിലേക്ക് നമ്മളിങ്ങനെ വരും. കാണുന്ന വസ്തുക്കളെ കാണുന്ന കണ്ണിന് ഈ വസ്തുക്കൾ ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന അതിൻ്റെ പിറകിലെ മനസ്സ്, അതിൻ്റെ പിറകിലെ ബുദ്ധി, അതിൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന ബോധം, ഇതെല്ലാം പിറകിലേക്കുള്ള വരവാണ്. ഇതാണ് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ. പിന്നെ ഒന്നിനെ എണ്ണി അതിൻ്റെ പിറകിലേക്ക് എണ്ണാനില്ലാതെ ഈ എണ്ണൽ അവസാനിക്കുന്ന ഇടം നിന്നിടും ദൃക്ക് പോൽ ഉള്ളം, എല്ലാ ദൃശ്യങ്ങൾക്കും ദൃക്കായി നിൽക്കുന്നത് നിന്നിൽ അസ്പന്ദമാകണം. നിന്നിൽ ഇളക്കമില്ലാത്ത അറിവായി, ബോധമായി ഉറയ്ക്കണം, അനുഭവിക്കണം. ഗുരുദേവൻ ലളിതമായിട്ട് പറയുന്നത് ഇവിടെ ദൃക്ക് ദൃശ്യ വിവേകമായിരിക്കുന്ന ജ്ഞാനം, ജ്ഞേയം, പരിജ്ഞാത, അറിവ്, അറിയേണ്ടവൻ, അറിയേണ്ടത്, അറിയുന്നവൻ. ഇങ്ങനെ കർമ്മചോദന ത്രിവിധ. കർമ്മത്തിൻ്റെ ചോദന 3 എണ്ണമാണ്. നോക്കൂ, നമ്മുടെ ഇതൊക്കെ എന്ത് ഗംഭീര മനഃശാസ്ത്രമാണെന്ന്. ഒരു കാഴ്ച നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഇപ്പം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത് വേറൊരു രൂപത്തിലാണ്. എന്താ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത്? നമ്മുടെ കാഴ്ചയ്ക്ക് കാരണമാകുന്നതിന് വസ്തുക്കളിൽ സൂര്യപ്രകാശം തട്ടുന്നു. അപ്പം അതേപോലെ തന്നെ നമ്മുടെ റെറ്റിനയിൽ പതിക്കുന്ന ഈ വസ്തുവിൻ്റെ തലകീഴായ രൂപം, അങ്ങനെയൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ക്യാമറയുടെ ഷട്ടറിലൊക്കെ പണ്ടത്തെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറയിലൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ ആ ഒരു രീതിയാണ് നമ്മുടെ കണ്ണിൻ്റെ ഈ കാഴ്ച കാണുന്ന രീതിയിലാണ് ഈ പഴയ ഡെവലപ്പിങ്ങും കാര്യങ്ങളൊക്കെ, നമ്മുടെ ഫിലിമൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആ ഒരു സാങ്കേതിക വിദ്യ. ഇപ്പം അതൊന്നുമല്ല, അതൊക്കെ മാറിക്കഴിഞ്ഞു. ഏതായാലും അപ്പോൾ വസ്തുവിൽ തട്ടുന്ന അതിൻ്റെ എന്താ പറയുക, നമ്മുടെ റെറ്റിനയിൽ പതിക്കുന്ന തലകീഴായ രൂപം, പിന്നീട് അവിടുന്ന് ഇതൊക്കെ നമ്മൾ പണ്ട് വരച്ചൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ വരച്ചൊക്കെ കാണാതെ പഠിച്ചിട്ടുള്ളതല്ലേ. ഇവിടുത്തെ രീതി അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ പറയുന്നത് എന്താ, കാണുന്ന ഒരാളുണ്ട്, കാണാൻ ഒരാളുണ്ട്, കാണപ്പെടുന്ന വസ്തുക്കളുണ്ട്, കാണുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. ഇത് 3 എണ്ണമാണ്. അങ്ങനെ കർമ്മചോദന ത്രിവിധ. ഈ കർമ്മത്തിൻ്റെ പ്രേരണ 3 വിധമാണ്. അതിൽ കരണം, കർമ്മ, കർത്ത ഇതി കർമ്മസംഗ്രഹ ത്രിവിധ. വീണ്ടും പറയും, കരണം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം. ഗുരുദേവൻ്റെ ആത്മോപദേശതകത്തിൻ്റെ ആരംഭം ഇത് തന്നെയാണ്. കുറച്ചുകൂടെ ആഴത്തിലേക്കാണ് ഗുരുദേവൻ അത് പറയുക. കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിലെല്ലാം പരവെളി തെന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണു തിരഞ്ഞു തേറിടേണം. ആത്മോപദേശതകവും നമുക്ക് പഠിക്കേണ്ടതാണ്. കാരണം അത് മലയാളത്തിലുള്ള ഒരു ഭഗവത്ഗീതയാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ മറ്റൊരു പ്രകാരത്തിൽ നമ്മുടെ ഈ ഭാരതീയ ധർമ്മശാസ്ത്രത്തിൻ്റെ ഒരു സർവശാസ്ത്ര സംഗ്രഹഭൂതമായിട്ടുള്ളതാണ് ആത്മോപദേശ ശതകം. അപ്പോൾ ജ്ഞാനം, ജ്ഞേയം, പരിജ്ഞാത, അറിവ്, അറിയേണ്ടത്, അറിയുന്നവൻ,
ഇതിങ്ങനെ ഇത് കർമ്മചോദന ത്രിവിധ, കർമ്മത്തിൻ്റെ പ്രേരണയായിട്ട് 3 വിധം. കൂടാതെ കരണം കർമ്മകർത്ത, ഇന്ദ്രിയങ്ങൾ കരണം. പിന്നെയോ കർമ്മം, നമ്മൾ പറഞ്ഞല്ലോ എടുക്കലും കൊടുക്കലും ഇത്യാദികളൊക്കെ കർമ്മം. അതുപോലെ കർത്താവ്. ഇങ്ങനെ ഇത് കർമ്മസംഗ്രഹ ത്രിവിധ, ഇത് കർമ്മത്തിൻ്റെ 3 ഘടകങ്ങളാണ്. അപ്പം കർമ്മം നടക്കുന്നത്, എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് ഒരു പ്രേരണയെ, അതിലെ ഒരു ഡ്രൈവുണ്ട്. അതാണ് അർജുനൻ മറ്റൊരു രൂപത്തിൽ ചോദിച്ചു, കേന പ്രയുക്തോയം അനിച്ചൻ അഭി എന്നൊക്കെ. അപ്പോൾ ആ കർമ്മം നടക്കുന്നത്, എല്ലാ കർമ്മവും നടക്കുന്നത് പ്രേരണയെ ആശ്രയിച്ചാണ്, ഉപജീവിച്ചാണ്. അതാണ് ഈ രജോ ഗുണത്തിൽ നിന്നും കാമത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഈ ദുഷിച്ച കർമ്മങ്ങൾക്ക് പ്രേരണയാകുന്നത് എന്ന് പറഞ്ഞത്. ഇവിടെ പിന്നെ സത്കർമ്മം ദുഷ്കർമ്മത്തെക്കുറിച്ചല്ല, കർമ്മത്തെക്കുറിച്ചേ പറയുന്നു. ന്യായവും അന്യായവും എന്തോ ആവട്ടെ. മറ്റേത് അർജുനൻ ചോദിച്ചത് അന്യായം എങ്ങനെയാണ് എന്നുള്ളതായിരുന്നു. ആ അന്യായത്തിനാണ് രജോ ഗുണം ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് പറഞ്ഞത്, പ്രകൃതി ഗുണമായിട്ട്. അപ്പോൾ കർമ്മത്തിനൊക്കെ എന്തുണ്ട്? പ്രേരണയുണ്ട്. ആ പ്രേരണ 3 വിധത്തിൽ: ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതാവ്. അറിവ്, അറിയാനുള്ള വിഷയം, അറിയുന്നവൻ. ഇതിൽ നിന്നാണ് ഇതുണ്ടാകുന്നത് കർമ്മങ്ങൾ. എന്നാൽ ആ കർമ്മത്തിന് വീണ്ടും 3 ഘടകം: കർത്താവ്, ഇന്ദ്രിയം, കർമ്മം. ഗീത 3-ാം അധ്യായം കർമ്മയോഗത്തിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വേറൊരു തലത്തിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അതിൻ്റെ ആവർത്തനമല്ല ഇവിടെ വരുമ്പോൾ ഭഗവാൻ കുറച്ചുകൂടെ ആ മുൻപ് പറയപ്പെട്ടതും ഇവിടുത്തെ ഈ പറയുന്നതും കൂടെ ആയിട്ട് ചേർത്ത് വയ്ക്കുമ്പോഴാണ് കർമ്മയോഗം എന്ന് പറയുന്നത് സിദ്ധാന്തം പൂർണ്ണമാകുന്നത്. അതാണ് ഇതിൻ്റെ ഒരു സൗന്ദര്യം. തുടർന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് 5 കാരണങ്ങൾ, 3 ആശ്രയങ്ങൾ, അതുപോലെ തന്നെ 3 പ്രേരണകൾ. അതല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. കർമ്മങ്ങൾ 5 വിധത്തിലുള്ളതുണ്ട്. മനുഷ്യ ശരീരത്തിൻ്റെ നിദാനമായിട്ടുള്ള പ്രാരബ്ധ കർമ്മം, ആഗാമി കർമ്മം, സഞ്ചിത കർമ്മം, അത് വേറെയുണ്ട്. നിത്യകർമ്മം, നൈമിത്തിക കർമ്മം, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതൊരു ടോട്ടൽ പാക്കേജാണ്. നോക്കാം നമുക്ക് നാളെ ബാക്കി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.